സമ്മർദ്ദം, ആശങ്ക, മനസ്സിലൊരു ഭാരമായി തോന്നുന്ന അവസ്ഥ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും സന്തോഷം കൈവിട്ടു പോയ പോലെ തോന്നുന്നത്. സത്യം എന്താണെന്ന് അറിയാമോ? സന്തോഷം കാത്തിരിക്കേണ്ട ഒന്നല്ല, ഇത് നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ സംസ്കാരത്തിലെ വിളക്ക് തെളിയിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മയിൽ ഭക്ഷണം പങ്കിടൽ, ഇതുപോലെ നിങ്ങളുടെ തലച്ചോറിനെ വെറും 15 സെക്കൻഡിനുള്ളിൽ സന്തോഷത്തിലേക്ക് മാറ്റാവുന്ന 3 ബ്രെയിൻ ഹാക്കുകളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക. ഉള്ളടക്കം ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മടിക്കരുത്. ഒന്നാമത്തെ ട്രിക്ക്, തലച്ചോറിന് സുരക്ഷാ സന്ദേശം നൽകുക. കേരളത്തിൽ വൈകുന്നേര പ്രാർത്ഥനയ്ക്കിടയിൽ വിളക്ക് തെളിയിച്ച് ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കുന്ന പതിവുണ്ട്. അത് വെറും ആചാരമല്ല, ശാസ്ത്രമാണ്. നിങ്ങൾ ശ്വാസം ശ്വസിച്ച് പുറത്തേക്ക് വിടുമ്പോൾ കൂടുതൽ സമയമെടുത്താൽ തലച്ചോറിന് ഞാൻ സുരക്ഷിതനാണ് എന്ന സന്ദേശം ലഭിക്കുന്നു. അത് സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു. മീറ്റിംഗിന് മുമ്പ്, ട്രാഫിക്കിൽ പെടുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിൽ എവിടെയും നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രൗണ്ടിങ്ങിന് ശ്രമിക്കുക. ചുറ്റുമുള്ള 5 വസ്തുക്കളെ കാണുക. കുറച്ച് വസ്തുക്കളെ തൊടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ശബ്ദങ്ങൾ എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആചാരങ്ങൾ പോലെ ഈ ചെറിയ പ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിനെ സുരക്ഷിതത്വത്തിൽ ആങ്കർ ചെയ്യുന്നു. സുരക്ഷയാണ് സന്തോഷത്തിന്റെ വിത്ത്. ട്രിക്ക് നമ്പർ 2, നെഗറ്റീവ് ചിന്തകളുടെ ചക്രവാളം തകർക്കുക. ഒരിക്കൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ചിന്ത വീണ്ടും വീണ്ടും തലച്ചോറിനുള്ളിൽ മുഴങ്ങാറുണ്ടോ? യൂണിയൻ യോഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കോപം, നിരാശ, ഭയം, ഓൾ സ്പൈറൽ ടുഗദർ. പക്ഷേ നല്ല നേതാക്കൾ അത് തകർക്കും. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും, എനർജി മാറ്റും, ഗ്രൂപ്പിന്റെ ശ്രദ്ധ തിരിക്കും. നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ്. സ്വയം ചോദിക്കുക, ഈ ചിന്ത എനിക്ക് ഉപകാരപ്രദമാണോ? ഇല്ലെങ്കിൽ ശരീരം ചലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, എഴുന്നേറ്റ് നിൽക്കുക, നടക്കുക, ചിരിക്കുക. ഒരു ചിരി പോലും നമ്മുടെ തലച്ചോറിലെ രാസവികാരങ്ങൾ മാറ്റാനുള്ള കഴിവുള്ളവയാണ്. ഒരു നൃത്തം പോലെ ഒരു ചുവട് നൃത്തത്തിന്റെ മൂഡ് മാറ്റും. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കേണ്ടതില്ല, സ്പൈരൽ നിർത്തിയാൽ മാത്രം മതിയാവും. മൂന്നാമത്തെ ട്രിക്ക്, സന്തോഷ ഹോർമോണുകൾ ഉയർത്തുക. നമ്മുടെ സംസ്കാരത്തിലെ എല്ലാ ചടങ്ങുകളിലും നന്ദി പ്രകടനം ഉണ്ടാകാറുണ്ട്. വിളവെടുപ്പ് ഉത്സവത്തിൽ ഭൂമിക്ക് നന്ദി പറയൽ, വിവാഹത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും നന്ദി പറയൽ. നന്ദി വെറും ആചാരമല്ല, തലച്ചോറിൽ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശക്തിയാണ്. ഒരു നിമിഷമെടുത്ത് നിങ്ങൾക്ക് നന്ദിയുള്ള ഒരു കാര്യം ചിന്തിക്കുക. ആരോഗ്യം, സുഹൃത്തുക്കൾ, കയ്യിലിരിക്കുന്ന ഒരു കപ്പ് ചായ, അത് വരെ നമ്മുടെ മൂഡ് മാറ്റാനായിട്ട് കഴിവുള്ളവയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് അപ്രീസിയേഷൻ സന്ദേശം അയക്കുക. ഓക്സിറ്റോസിൻ, ദ ബോണ്ടിങ് കെമിക്കൽ, നമ്മുടെ തലച്ചോറിൽ ഉയർത്തുന്നു. പഴയൊരു ചെറിയ വിജയം ഓർക്കുക, അത് നമ്മുടെ ഡോപ്പമിൻ ഉയർത്തുന്നതിന് സഹായിക്കും. ഇവ വെറും ആശയങ്ങളിലല്ല, തലച്ചോറിലെ സ്വിച്ചുകളാണ്. നമ്മളുടെ ആവശ്യപ്രകാരം നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യാവുന്നതാണ്. അവസാനമായി ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ, ഒന്നാമത് തലച്ചോറിന് സുരക്ഷാ സന്ദേശം നൽകുക, വിളക്ക് തെളിയിക്കുന്നത് പോലെ. രണ്ടാമതായി നെഗറ്റീവ് ചിന്തകളുടെ സ്പൈരൽ തകർക്കുക, നൃത്തത്തിലെ ചുവട് മാറ്റി നൃത്തത്തിന്റെ തന്നെ മൂഡ് മാറ്റുന്നത് പോലെ. മൂന്നാമതായി സന്തോഷ ഹോർമോണുകൾ ഉയർത്തുക, ഉത്സവത്തിലെ നന്ദി പറയൽ പോലെ. ഇവ വെറും ബ്രെയിൻ ഹാക്സുകളല്ല, ആധുനിക ജീവിതത്തിലെ റെസിലിയൻസ് റിച്വൽസ് ആണ്. ദിവസേന ഉപയോഗിച്ചാൽ സമ്മർദ്ദം കുറയും, സന്തോഷം ഉയരും, നേതൃപാടവം ശക്തമാകും. സന്തോഷം ജീവിതം മാറുന്നതിന് കാത്തിരിക്കേണ്ട ഒന്നല്ല, നമ്മുടെ തലച്ചോറുമായി സഹകരിച്ച് സൃഷ്ടിക്കേണ്ട ഒന്നാണ്. ഇന്ന് തന്നെ പരീക്ഷിക്കുക. സന്തോഷം അകലെയല്ല, നിങ്ങളിൽ തന്നെ ഒരു ചെറിയ സ്പാർക്ക് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്.